ഹലോ ഹായ് എവ്രി വൺ, വെൽക്കം ടു മാജിക് ഒനിയൻ. മാജിക് ഒനിയൻ്റെ പുതിയൊരു റെസിപ്പി ആയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വീറ്റ് ദോശ റെസിപ്പിയാണ്. നമ്മൾ ഓൾറെഡി ഓട്സ് ഓംലേറ്റ് ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തായിരുന്നു. നിങ്ങളെല്ലാവരും അത് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു ഹെൽത്തി ദോശ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ അതിനായിട്ട് ആദ്യം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ്. ഇനി അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് ഗ്രേറ്റ് ചെയ്തേക്കുന്ന ക്യാരറ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു ഒനിയൻ്റെ ഹാഫും കൂടെ ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി ചതച്ചെടുത്തതും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു ടൈമിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അത് വീഡിയോയിൽ കാണിക്കാൻ മിസ്സായി പോയതാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ചെറുതായിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൽ ചേർക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ പൊടിയും ഉപ്പും നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വന്നോട്ടെ. ഞാൻ ഇവിടെ ഇഞ്ചിയൊക്കെ അത്യാവശ്യം നല്ലോണം എടുത്തിട്ടുണ്ട്. വയറിനൊക്കെ കുറച്ചുകൂടി നല്ലതായതുകൊണ്ടാണ് അങ്ങനെ എടുത്തേക്കുന്നത്. അപ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ കട്ടയൊന്നും ഇല്ലാത്ത രീതിക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ബാറ്റർ അത്യാവശ്യം ലൂസാവുന്ന രീതിക്ക് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത്യാവശ്യം കുറേ ടൈം നന്നായിട്ട് ഇളക്കി കൊടുത്ത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ ഒരു പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം. ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ കാണിക്കുന്നത്. ഒത്തിരി തിക്കായിട്ടുമില്ല, എനിക്ക് ഓവർ ലൂസും ആയിട്ടുമില്ല. ഈ ഒരു പരുവത്തിൽ നമുക്കതൊന്ന് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുക്കാം. ഇത് നമ്മൾ മാറ്റി ഒത്തിരി സമയമൊന്നും വെക്കുന്നില്ല. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ചുട്ടെടുക്കുകയാണ്. നമ്മുടെ തവ ചൂടായി കഴിഞ്ഞ ഉടനെ തന്നെ അതിലേക്ക് നമ്മൾ ദോശമാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യുന്ന കാരണം കൂടുതൽ നല്ലതായിരിക്കും. മൂടിയൊന്നും വെച്ച് വേവിക്കുന്നില്ല. ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ അത്ര ടൈമൊന്നും എടുക്കുകയും വേണ്ട. പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വരുന്നതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് തിരിച്ചും മറിച്ചുവിട്ട് 2 സൈഡും നമുക്ക് നല്ലോണം മൊരിച്ചെടുക്കാം. ഇനി ഓയിലും കൂടെ യൂസ് ചെയ്യുന്നില്ലാന്ന് താല്പര്യമുള്ളവർക്ക് അതും അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് നല്ലോണം 2 സൈഡും മൊരിഞ്ഞൊക്കെ കിട്ടുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ ഒരു സൈഡ് അത്യാവശ്യം നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ലൈറ്റായിട്ട് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്താലും നല്ലതായിരിക്കും. ഒരു ടേസ്റ്റ്, പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ എടുത്തേക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. ഇനി അത് നമുക്ക് പതിയെ മറിച്ച് മറ്റേ സൈഡും കൂടെ നല്ലോണം മൊരിയിച്ചെടുക്കാം. അതിൻ്റെ ബാക്ക് സൈഡിലും കൂടെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരാനാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് തവ വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് പൊങ്ങി വരും. നമ്മുടെ ദോശ കുറച്ച് പൊങ്ങി വരും. ഇപ്പോൾ 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതിന് നമ്മൾ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാര്യം വെജിറ്റബിൾസൊക്കെ ഓൾറെഡി ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ ഒനിയൻ്റെയൊക്കെ എമൗണ്ട് വേണമെങ്കിൽ കൂട്ടാവുന്നതാണ്. ക്യാരറ്റൊക്കെ കൂടുതൽ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഏറ്റവും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കഴിക്കാം. ചപ്പാത്തിയൊക്കെ സ്ഥിരം കഴിച്ച് ബോറടിച്ചിരിക്കുമായിരിക്കും. അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്ന ഓട്സ് ഓംലേറ്റോ അല്ലെങ്കിൽ ഈ വീറ്റ് ദോശയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓട്സ് ഓംലേറ്റ് പറയുമ്പോൾ അതിനകത്ത് എഗ്ഗ് ചേർക്കുന്നതുകൊണ്ട് അത് കുറച്ച് എഗ്ഗ് കഴിക്കാൻ പാടില്ലാത്തവർക്ക് അതിന് പകരമായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. വീറ്റ് ദോശ ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ നമ്മളൊന്ന് അറിയിക്കുക. താഴത്തെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.